ഹലോ ഗൈസ്, പത്തരമാൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയും കേട്ടോ, നയനമോൾ അവിടെ ചെന്നിട്ടില്ല എന്നാ കല്യാണി പറഞ്ഞേ, എന്തായാലും വണ്ടി തിരിച്ചുവിട്, നയനമോളുടെ വീട്ടിലേക്ക് ഒന്നുകൂടെ പോകണം എന്ന് പറയും കേട്ടോ. അങ്ങനെ അവർ തിരിച്ച് നയനയുടെ വീട്ടിലോട്ട് വരുവാണ്. ആ സമയത്ത് ഗോവിന്ദനും കനകയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. കനക പറയുന്നുണ്ട്, നവ്യമോക്കിപ്പം നയനേനെ എന്ത് ഇഷ്ടമാണ്, നയനമോൾ അവിടെ ഇല്ലാഞ്ഞിട്ട് ഇപ്പോഴും പരിഭവം പറഞ്ഞ് എന്നെ വിളിച്ചതേ ഉള്ളൂ എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അങ്ങ് വരുവാണ്. ഇത് കാണുമ്പോഴേക്കും കനക പറയും, അയ്യോ ഇവരെന്താ തിരിച്ചു വരുന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. എങ്കിലും അവർ വരുമ്പോഴേക്കും രണ്ടുപേരും കൂടെ ചെന്ന് സ്വീകരിക്കുവാണ്. ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് എൻ്റെ മരുമോളെ ഒന്നുകൂടെ കാണണം തോന്നി, അതാ തിരിച്ചു വന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും കനക ഇങ്ങനെ ചിരിച്ചിട്ട്, എന്തോ കുഴപ്പം, അവൾ കല്യാണിയുടെ വീട്ടിൽ പോയേക്കുവാണല്ലോ, അപ്പം വരാൻ വൈകുമല്ലോ എന്നൊക്കെ പറയും കേട്ടോ. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ കല്യാണിയെ വിളിച്ചിരുന്നു, അവിടെ ചെന്നിട്ടില്ല, എന്തായാലും മോള് വന്ന് മോളുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ടേ പോകണുള്ളൂ എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും കനക പെട്ടെന്ന് പറയാം, അത് ഇനിയിപ്പോൾ കല്യാണിയുടെ അങ്ങ് പോകുന്ന വഴിക്ക് ഇനി വേറെ എവിടെയെങ്കിലും കയറിയതായിരിക്കും സാറേ, വരാൻ ചിലപ്പം വൈകും എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ്, അത് സാരമില്ല, ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കാം, മോള് വന്നിട്ടേ പോകണുള്ളൂ എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും കനക എന്നൊക്കെ ചിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, നമ്മളിവിടെ ഇരുന്നോളാൻ പറയുമ്പോഴും ഇവരുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നും ഇല്ലല്ലോടോ, അതെന്താ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ മുത്തശ്ശിയോട്. ഇവർ കേൾക്കെ തന്നെ. അപ്പോഴേക്കും പെട്ടെന്ന് കനക പറയാം, അതല്ല, നിങ്ങൾ ഒക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഒരുക്കണമല്ലോ, ഇവിടെ അങ്ങനെ ഒന്നും ഇല്ല, പെട്ടെന്ന് വന്നുകൊണ്ട് അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയുക കേട്ടോ. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെ ഒരു സ്പെഷ്യലും വേണ്ട, ഉള്ളതൊക്കെ മതി, എന്തായാലും നിങ്ങളുണ്ടാക്കുന്നതിനൊരു പ്രത്യേക രുചിയായിരിക്കും, അതിലൊരു സംശയവും, അപ്പോൾ അത് തന്നെ മതി എന്നിങ്ങനെ പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും മൂർത്തി സാറ് ചോദിക്കുക, എന്താ ഞങ്ങളിവിടെ ഇരിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. ആ സമയത്ത് ഗോവിന്ദൻ ഏകദേശം കാര്യം മനസ്സിലാവുകയാണ്. ഈ നോട്ടവും സംസാരവും കേൾക്കും. അപ്പം ഗോവിന്ദൻ കനകയോട് പറയുന്നുണ്ട്, നീ മൂർത്തി സാറിനെയും ഭാര്യേനെയും മുറിയിലോട്ട് കൂട്ടിക്കൊണ്ടേയില്ല, ഇവരെന്തൊക്കെയോ അറിഞ്ഞു വെച്ചിട്ടാണ് വന്നേക്കുന്നത് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നേരെ മുത്തശ്ശൻ പറയുകയാണ്, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, പക്ഷേ നിങ്ങൾ പറഞ്ഞതിൽ എന്തോ കള്ളത്തരം ഉണ്ടെന്ന് നിങ്ങളുടെ പെരുമാറ്റത്തിലെ പതർച്ച കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുമാത്രമല്ലല്ലോ, കല്യാണീനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും മോളവിടെ ചെന്നിട്ടുമില്ല, മോളവിടെ കുറേ ദിവസമായിട്ട് വിളിച്ചിട്ടും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മറച്ചു വെക്കുന്നത് എന്നെനിക്കറിയണ്ടേ കാര്യങ്ങൾ, എനിക്കെൻ്റെ മരുമോളെ കാണണ്ടേ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും കനക പറയുകയാണ്, സാറും അമ്മയും വാ എന്ന് പറഞ്ഞ് നേരെ ഇവരെ വിളിച്ച് അകത്തോട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്കും നയനേനെ പയ്യെ കയ്യെ പിടിച്ച് നടത്തുവാണ് കേട്ടോ നന്ദു. ഇത് കണ്ട് മൂർത്തി സാറും മുത്തശ്ശി ഞെട്ടിപ്പോവാണ്. പെട്ടെന്ന് രണ്ടുപേർക്കും വിഷമമാവാണ് കേട്ടോ. മുത്തശ്ശി ചോദിക്കും, എന്താ മോളെ മൂക്ക് പറ്റിയത്, എന്തെങ്കിലും അപകടം പറ്റിയോ, എന്തെങ്കിലും അസുഖമാണോ, എന്താ മോളെ പറ എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്ത് നയനയും നന്ദു ഇങ്ങനെ പരസ്പരം നോക്കുവാണ് വിഷമിച്ച്. ആ സമയത്ത് പെട്ടെന്ന് കനകയോട് ചോദിക്കുവാണ് കേട്ടോ മുത്തശ്ശൻ, എന്താ പറ്റിയേ നയനയ്ക്കെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ കനക പറയുന്നുണ്ട്, അത് സാറേ മോളാണ് ആദർശ് മോൻ്റെ അമ്മയ്ക്ക് കരൾ പകുത്ത് കൊടുത്തതെന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിയും ഞെട്ടിപ്പോവാണ്. എന്നിട്ട് ചോദിക്കുവാണ്, മോള് ബ്ലഡ് കൊടുത്തു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാമായിരുന്നു, എന്താ മോളെ ഇത് പറയാതിരുന്നത്, കാര്യം എന്താ എന്നിങ്ങനെ നയനോട് ചോദിക്കുക. അപ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, മുത്തശ്ശനും മുത്തശ്ശിക്കും അമ്മ ഹോസ്പിറ്റലായപ്പോൾ തന്നെ ഒരുപാട് വിഷമമായി, ആ കൂടെ ഞാനും കൂടെ ഹോസ്പിറ്റലായി, ഞാൻ ആ കരൾ കൊടുത്തതെന്നും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ വിഷമിക്കില്ലേ, അതുകൊണ്ടാണ് പറയാതിരുന്നത് എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശി ഇങ്ങനെ വായിൽ കൈ വെച്ചിട്ട് പറയുകയാണ്, അതായിരുന്നോ ആദർശ് മോൾ തിരിച്ചു വരുമ്പം മോൾക്ക് കൂടുതൽ സൗകര്യമുള്ള വീട് കിട്ടണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, എന്നാലും എൻ്റെ മോളെ നിനക്കിത് പറഞ്ഞുകൂടായിരുന്നോ, നിൻ്റെ അമ്മായിയമ്മയ്ക്ക് ഇത് അറിയോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ നയനോട്. അപ്പം നയന പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഇതറിയില്ല മുത്തശ്ശി, അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ ഉറപ്പായിട്ടും ഇത് സമ്മതിക്കില്ലല്ലോ, ആ സമയത്ത് ഒരാളെയും കിട്ടിയതുമില്ല, പിന്നെ ഒത്തിരി വൈകിപ്പിക്കാൻ പറ്റുന്ന അവസ്ഥയല്ലായിരുന്നു, പിന്നെ ഞാൻ ചെയ്തത് എൻ്റെ കടമ മാത്രമാണ് മുത്തശ്ശ എന്നിങ്ങനെ പറയുക കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന മുത്തശ്ശൻ പറയുകയാണ്, കടമ, അത് ശരിയാണ്, പക്ഷേ മരുമോളെ മനസ്സിലാക്കാനുള്ള വിവേകബുദ്ധി അമ്മായിയമ്മയ്ക്ക് ഇതുവരെ ആയിട്ടില്ല, അത് നിനക്കറിയില്ലായിരുന്നോ മോളെ എന്നിങ്ങനെ ചോദിക്കുവാണ്. എന്നിട്ട് പറയാം, സഹായിക്കാൻ ആളില്ല എന്ന് പറയാൻ പറ്റുമോ, അവൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു മരുമോളും കൂടെ ആ വീട്ടിലുണ്ടല്ലോ, അവളെന്തേ സഹായിക്കാത്തത് എന്നിങ്ങനെ നയനോട് ചോദിക്കും കേട്ടോ. അപ്പം നയന പറയുന്നുണ്ട്, അവൾ കുട്ടിയല്ലേ മുത്തശ്ശ, വലിയ പക്വതയായിട്ടും ഇല്ല, പ്രായം ചെറുപ്പം, അതുകൊണ്ടായിരിക്കും എന്നിങ്ങനെ അനാമികയെ സപ്പോർട്ട് ചെയ്ത് പറയുവാണ്. ആ സമയത്ത് മുത്തശ്ശൻ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ സ്വന്തം അമ്മായിയമ്മ പക്വതയുള്ള മരുമോളെ മനസ്സിലാക്കി സ്നേഹിക്കാനുള്ള പക്വതയിലും കാണിക്കണം, പക്വതയില്ലാത്തവരുടെ പുറകെ അല്ല പോകണ്ടേ എന്ന് ദേവയാനി പറ്റി പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും മൂർത്തി സാറ് പെട്ടെന്ന് നമ്മുടെ ഗോവിന്ദൻ്റെ അടുത്തോട്ട് ചെല്ലുവാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്,
ഗോവിന്ദ ഇതിനൊക്കെ പകരമായിട്ട് തനിക്ക് എന്താടോ തരണ്ടേ, എന്ത് തന്നാലും അത് മതിയാവില്ല എന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞ് ഗോവിന്ദൻ്റെ കയ്യിലിങ്ങനെ പിടിക്കും കേട്ടോ. ആ സമയത്ത് ഗോവിന്ദൻ പറയുന്നുണ്ട്, എനിക്കൊന്നും വേണ്ട സാറേ, ഒന്നും തന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ വേണ്ട. പക്ഷേ എൻ്റെ മോള് തിരിച്ച് ആ വീട്ടിൽ വരുമ്പോൾ അവളവിടെ സമാധാനത്തോടെ കഴിഞ്ഞാൽ കൊള്ളാമെന്നൊരാഗ്രഹമുണ്ട്, വേറെ ഒന്നും വേണ്ട എന്നിങ്ങനെ പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ഗോവിന്ദന് വാക്ക് കൊടുക്കുകയാണ് മുത്തശ്ശൻ പറയാണ്, ഇനി മോളവിടെ സന്തോഷവും സമാധാനമായിട്ട് ജീവിക്കുന്നത് ഞാൻ തരുന്ന വാക്കായിരിക്കലോടോ, അത് ആദർശും അവൻ്റെ അച്ഛനും തനിക്ക് തരുന്ന ഉറപ്പായിരിക്കും എന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഗോവിന്ദനും കനകയ്ക്കും ഒരുപാട് സന്തോഷമാവാണ്. അത് കഴിയുമ്പോൾ മുത്തശ്ശി നയനനെ കുറേ നേരം കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല മുത്തശ്ശി, മുറിവൊക്കെ കുറേ കരിഞ്ഞു, ഇപ്പം എല്ലാം ശരിയായിട്ട് വരുന്നുണ്ട് എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ മുത്തശ്ശി അവിടെ നിന്ന് ഇറങ്ങുവാണ്. പിന്നെ കാണിക്കുന്ന ദേവയാനീനെയാണ് കേട്ടോ. ദേവയാനിക്ക് ജയൻ കാപ്പിയൊക്കെ എടുത്തു കൊടുക്കുവാണ്. ആ സമയത്ത് ദേവയാനി ഇങ്ങനെ നയനയുടെ ഓരോ കുറ്റങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. ഇടയ്ക്ക് പറയുന്നുണ്ട്, കരൾ വന്ന പെൺകുട്ടിയുടെ ഒരു ഫോട്ടോ എങ്കിലും ഉണ്ടോ, അതിനൊന്ന് കാണാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയും കേട്ടോ. അപ്പം ജയൻ പറയുന്നുണ്ട്, ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയ അവസ്ഥയല്ലായിരുന്നല്ലോ, എന്തായാലും തനിക്ക് എല്ലാം ഒന്ന് ഭേദമാവട്ടെ, നമുക്ക് ആ കുട്ടീനെ കാണണം എന്നിങ്ങനെ പറയുവാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആദർശ് പറയുകയാണ്, മുത്തശ്ശൻ വിളിച്ചു, അത്യാവശ്യമായിട്ടൊന്ന് വീട്ടിലോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു, അവിടെ ഞാനൊന്ന് പോയിട്ട് വരാം അമ്മേ എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുന്ന ജയൻ ചോദിക്കുകയാണ്, എന്താടാ വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്ത് പറ്റി ഇത്ര പെട്ടെന്ന് വിളിക്കാൻ എന്നിങ്ങനെ ചോദിക്കുവാണ്. ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, പ്രശ്നം ഉണ്ടാവാതിരിക്കോ, ആ നവ്യ എന്ന് പറയുന്നവള് അനാമിക മോൾ അങ്ങ് വന്ന് തീരെ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ, എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടാക്കി കാണും. അവളുടെ ചേച്ചി അവളെ കൂടെ ഒന്ന് പുറത്താക്കിയിരുന്നെങ്കിൽ എൻ്റെ മോന് ഒരു നല്ല പെൺകുട്ടിയെ ജീവിതത്തിലോട്ട് കൊണ്ടുവരായിരുന്നു, ആ നയനെ ഒന്ന് പോയി കിട്ടണമെന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നേ എന്നൊക്കെ പറയും കേട്ടോ ജയനോട്. ഇതൊക്കെ കേൾക്കുന്ന ജയന് നല്ല ദേഷ്യം വരുവാണ്. ജയൻ പറയുക, താൻ എന്തൊക്കെ പറഞ്ഞാലും നയനമോൾ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മരുമോൾ സ്ഥാനത്തൊന്നും പോവുകയില്ല, ആദർശം അവളെ അല്ലാതെ ഇനി മറ്റൊരു പെൺകുട്ടിയെ ഭാര്യയായിട്ട് കാണുമെന്നും താൻ പ്രതീക്ഷിക്കേണ്ട. പിന്നെ താനീ പറയുന്നതിനൊക്കെ എന്തൊക്കെയാണോ നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് ഈ ലോകത്തുനിന്ന് പോകുന്നതിന് മുമ്പെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ലടോ. തന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല, പക്ഷെ സത്യങ്ങളൊക്കെ തനിക്ക് എന്തെങ്കിലും മനസ്സിലാവുമ്പം തനിക്ക് ഒരുപാട് കുറ്റബോധം തോന്നുമെന്ന് പറഞ്ഞ് ജയൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാട്ടോ. ഇതൊക്കെ കേട്ട് ദേവയാനി ഇങ്ങനെ എന്തോ ആലോചിച്ച് കിടക്കുന്നതാണ് കാണിക്കുന്നത്. അത് കഴിയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നമുക്ക് പുരോഹിതനെ ഒന്ന് കാണണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേവയാനി ഈ ചെയ്ത് കൂട്ടുന്ന പാവങ്ങൾക്കെല്ലാം എന്തൊക്കെ ഈ കുടുംബത്തിലോട്ട് അനുഭവിക്കേണ്ടി വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുവാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആദർശം വരും കേട്ടോ. ആദർശിനെ കാണുമ്പോഴേ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, മോനെ നീ തിരക്കായിരുന്നോ? നീ തിരക്കായിരിക്കും എന്ന് എനിക്കറിയാം, ഞങ്ങളിപ്പം വിളിച്ചത് ദേവയാനിക്ക് കരൾ പകുത്ത് കൊടുത്തില്ലേ, ആ പെൺകുട്ടീനെ ഒന്ന് ഞങ്ങൾക്ക് കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ആദർശം ആകെ പതറുവാണ്. എന്നിട്ട് പറയാണ്, അത് ആ കുട്ടിക്ക് ഇൻഫെക്ഷൻ വരണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് ആ കുട്ടി വീട്ടിലാണ് എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശിയും പറയാണ്, അത് കുഴപ്പമില്ല, നീ ഞങ്ങൾക്ക് നമ്പർ തന്നാൽ മതി, ആ കുട്ടിയെ കണ്ടില്ലെങ്കിലും ആ കുട്ടിയുടെ ഭർത്താവിനെ കാണാമല്ലോ, വീട്ടുകാരോടും സംസാരിക്കാം, അവർക്ക് എന്തായാലും ഇൻഫെക്ഷൻ ഒന്നും വരുമല്ലോടാ മോനെ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ കളിയാക്കി. അപ്പോഴേക്കും ആദർശ ആകെ പെട്ടുപോവാണ്. ആദർശ തരാം മുത്തശ്ശ, അല്ല ആ പെങ്കൊച്ചിൻ്റെ പേരെന്തായിരുന്നു എന്നാണ് പറഞ്ഞേ എന്നിങ്ങനെ മുത്തശ്ശനൊന്നും അറിയാത്തവള് ചോദിക്കുവാണ്. അപ്പോഴേക്കും ആദർശം ഇങ്ങനെ ചിരിച്ചിട്ട് പറയാം, അതൊരു വലിയ അത്ഭുതമാണ് മുത്തശ്ശ, ആ പെങ്കൊച്ചിൻ്റെ പേരും നയന എന്നാന്ന് പറയും കേട്ടോ. അപ്പം മുത്തശ്ശൻ തിരിച്ചു ചോദിക്കുക, നയന, അവളുടെ ഭർത്താവിൻ്റെ പേര് ആദർശനെങ്ങാനും ആണോടാ എന്നിങ്ങനെ ചോദിക്കുവാണ്. അപ്പോൾ ആദർശം ഒന്ന് പതറുവാണ്. എന്നിട്ട് അല്ല, അതുപോലൊരു പേരാ, ഒരു അത്ഭുതം ഉള്ളൊരു പേരാ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പം മുത്തശ്ശൻ പറയാം, ഇത്രയൊക്കെ ചെയ്തു കൊടുത്ത ആ പെങ്കൊച്ചിനും ആ ചെറുക്കനുമൊക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ, ആ ചെറുക്കന് ജോലി ഉണ്ടോടാ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ ആദർശം ഇങ്ങനെ ഒന്നും മിണ്ടാതെ അറിയാൻ പാടില്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ മുത്തശ്ശൻ പറയാം, എങ്കിൽ പിന്നെ ആ ചെറുക്കനെ നമ്മുടെ കമ്പനിയുടെ MD ആക്കിയാലോ, ആ പെങ്കൊച്ചിനും ആ കമ്പനിയിൽ തന്നെ ഒരു ജോലി കൊടുക്കാം, എന്താ നിൻ്റെ അഭിപ്രായം എന്ന് ചോദിക്കും കേട്ടോ. ഇതേക്കും മുത്തശ്ശി ഇങ്ങനെ ചിരിക്കുവാണ്. അപ്പോഴേക്കും ആദർശന് മനസ്സിലാവുകയാണ് ആദർശം ആകെ പെട്ടുപോയിന്ന്. അപ്പോഴേക്കും മുത്തശ്ശൻ പയ്യെ എഴുന്നേറ്റിട്ട് ചോദിക്കുവാണ്, എന്താടാ നിൻ്റെ അമ്മയ്ക്ക് കരൾ കൊടുത്തത് നയനമോളാന്ന് പറയാൻ നിനക്കിനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും ആദർശം എല്ലാം സമ്മതിക്കുവാണ്. എന്നിട്ട് പറയുകയാണ്, അമ്മ ഇതറിഞ്ഞാലും ഈ വീട്ടിലുള്ളവർ പലരും അറിഞ്ഞാലും ഒരുപാട് പ്രശ്നങ്ങളാവുമല്ലോ, അതുമാത്രമല്ല മുത്തശ്ശനും മുത്തശ്ശിക്കും ഇത് കേൾക്കുമ്പോൾ ഒരുപാട് വിഷമമാവും, അതുകൊണ്ട് പറയാതിരുന്ന് വേറെ ഒന്നും തോന്നരുതെന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, അതൊന്നും സാരമില്ലട മോനെ, ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും സത്യങ്ങൾ അറിയാം, ഇനി നീ നയനമോളെ നിൻ്റെ അച്ഛനും അമ്മയും ദൈവമായിട്ടാണ് നീ കാണുന്നെങ്കിൽ അതിന് മുകളിൽ ഒരു ദേവിയായിട്ട് തന്നെ കാണണം, അത്രയ്ക്ക് നല്ല സ്വഭാവമുള്ള ഒരു പെങ്കൊച്ചാണ്, ഇതുവരെ അതിന് കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഈ വീട്ടിലൊരു സന്തോഷം ഉണ്ടായിട്ടില്ല, ഇനി പക്ഷെ തിരിച്ചു വരുമ്പോൾ അങ്ങനെ ആവരുത് എന്നൊക്കെ ആദർശനോട് പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ആദർശന് ഒരുപാട് സന്തോഷമാവുകയാണ്. ആദർശം എല്ലാം കഴിഞ്ഞ് പോയി പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുവാണ് കേട്ടോ.
ദൈവത്തിനോട് കള്ളമൊക്കെ പറഞ്ഞതിന് ക്ഷമയൊക്കെ ചോദിച്ച് നയനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നയനെ കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെ നയനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ പറയുകയാണ്, എങ്കിലും നിനക്ക് എന്നോടൊന്ന് പറയായിരുന്നു മുത്തശ്ശനും മുത്തശ്ശി ഇവിടെ വന്ന കാര്യം, ഞാനാകെ ചമ്മിപ്പോയി എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, എന്തിനാ അപ്പം തന്നെ കാര്യങ്ങൾ വിളിച്ച് പറയണേ, അവരവിടെ വന്ന് ചോദിക്കും എനിക്കറിയായിരുന്നു, പക്ഷേ ഇങ്ങനെയൊന്നും ആവില്ല എന്ന് ഓർത്തേ ആദർശേട്ടാ എന്ന് പറയും കേട്ടോ. ആദർശ് ഇപ്പോൾ പറയുന്നുണ്ട്, സാരമില്ല, എന്തായാലും നിനക്ക് എന്തെങ്കിലും കാര്യമായിട്ട് പാരിതോഷികം തരണമെന്നും പറഞ്ഞ് തന്നെയാണ് മുത്തശ്ശനും മുത്തശ്ശി ഇരിക്കുന്നത് എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആദർശേട്ടാ, ഇപ്പം തന്നെ ഈ വീട് തന്നത് ഞങ്ങൾക്ക് അർഹിക്കുന്നതിലും കൂടുതലാണ്. ഇനിയിപ്പം ഞാൻ ചെയ്തതിന് ഓരോന്നോരോന്ന് പകരം തന്നിട്ട് എന്താ കാര്യം, അത് ഞാൻ എൻ്റെ കടമ കൊണ്ട് ചെയ്തതല്ലേ എന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോഴും ആദർശ് പറയുന്നുണ്ട്, അതൊക്കെ ശരിയായിരിക്കും, പക്ഷേ മുത്തശ്ശനും മുത്തശ്ശിയും ഇനി ഓരോ കാര്യങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഞാനിങ്ങനെ വേണ്ടാന്ന് പറയും എന്നിങ്ങനെ പറയുവാണ്. ഇതൊക്കെ കേട്ട് ആലോചിച്ച് കിടക്കുന്ന നയനേനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്